ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഒരു പാൽ ചായ ആണ്. അതും നമ്മൾ പാൽ ചേർക്കാതെ പാൽപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി സ്പെഷ്യലും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ സ്പെഷ്യലായി ചായ ഉണ്ടാക്കാൻ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസോളം വെള്ളം നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തിട്ട് ഫ്ലെയിം കത്തിക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഏലക്കായും ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രഷായ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാലേ നമ്മളെ ചായയും ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ഈ ചായയിൽ ഇട്ട് കൊടുത്താൽ. അപ്പോഴേക്കും നമുക്ക് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു 2.5 സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അമൂല്യയുടെ പൗഡറാണ് കേട്ടോ, പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് നമ്മൾ നോർമൽ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാനുണ്ട്. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുമല്ലോ, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പാൽപ്പൊടി വെച്ചിട്ട് നമ്മൾ പലരും പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ചായ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചായയാണ് കേട്ടോ, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂണോളം ചായപ്പൊടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ചായപ്പൊടിക്ക് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ, പല ബ്രാൻഡും പല ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, എന്നാൽ നമ്മുടെ ചായ നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സാക്കി വെച്ച നമ്മളെ പാൽപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി 2 തള നന്നായിട്ട് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും ഏലക്കായൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിടാം, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 2 തള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സായി കിട്ടാണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും ആ തേയിലയും ഇഞ്ചിയും ഒക്കെ അതിലൊന്ന് കടന്ന് സെറ്റാകാനുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ അതാ നമുക്കിനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനുണ്ട്. അതുപോലെ ഒരു 2-3 വട്ടം നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ചായ ഉണ്ടാക്കുമ്പോഴും നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഒന്ന് പതയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചായ നമ്മുടെ പാല് ചേർത്തതുപോലെ ഫുള്ളായിട്ടൊരു പതയൊന്നും വരില്ല. നമ്മൾ ആ അടിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു പത വന്നിട്ടുണ്ടാവും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ പത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചായയാണ് ഇത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, ഈ നല്ലൊരു അടിപൊളി രുചിയുള്ളൊരു ചായയും കൂടിയാണ് ഇത്. ഇഞ്ചിയും അതുപോലെ ഏലക്കായൊക്കെ ഇട്ടത് കൊണ്ട് നമുക്കിത് പാൽപ്പൊടി വെച്ചിട്ടാണ് ഈ ചായ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. അധികം നമ്മൾ പാൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത് അതേ ഒരു ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടിപൊളി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഓക്കേ.